സ്ത്രീകൾക്ക് ഇന്നോട്ട് KSRTCയിൽ ഫ്രീ യാത്രയാണ്. സന്തോഷം, നല്ല കാര്യം. ജോലിക്ക് പോകുന്ന അല്ലെങ്കിൽ അത്യാവശ്യമൊക്കെ പോകുന്ന സാമ്പത്തിക സ്ഥിതി ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ അത് വലിയ ഉപകാരമായിരിക്കും. സാമ്പത്തികം ഉള്ളവർക്ക് അതൊരു എളുപ്പമായിരിക്കും. അതിന് നമുക്ക് എതിർപ്പൊന്നുമില്ല, നല്ല കാര്യം. പക്ഷേ നിങ്ങൾ സ്ത്രീകൾ നമ്മളെപ്പോഴും ഈ തുല്യത വേണം തുല്യത വേണം എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോഴേ നമുക്ക് ആണുങ്ങൾക്കും ആ തുല്യതയുടെ ഭാഗമാകാനായിട്ടുള്ള ആഗ്രഹം ഉണ്ടാവുമല്ലോ. ഞങ്ങളെല്ലാവരും ഒന്നും കൂട്ടണില്ല. പ്രായമായവരെയോ ഒരു 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെയോ അല്ലെങ്കിൽ സ്കൂൾ കുട്ടികളെയോ അതൊക്കെ അതും പരിഹരിക്കായിരുന്നു ഈസി ആയിട്ട്. പക്ഷേ അതൊന്നും ചെയ്യാതെ ഒരു വിഭാഗത്തിന് മാത്രം ഫ്രീ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല കൊടുക്കേണ്ടിയിരുന്നത്. പ്രായമായവർക്കോ അല്ലെങ്കിൽ ഗർഭിണികൾക്കോ സ്കൂൾ കുട്ടികൾക്കോ അങ്ങനെയൊക്കെ ആയിരുന്നില്ലേ കൊടുക്കണ്ടേ. എല്ലാ സ്ത്രീകൾക്കും ഒരുമിച്ച് കൊടുക്കുന്നതിൽ അങ്ങനെ ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ അതൊരു നഷ്ടമായിട്ട് കരുതേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ സർക്കാർ ഭയങ്കര നഷ്ടമല്ല വരുന്നുള്ളൂ. അതിൽ സാമ്പത്തിക സ്ഥിതി ഉള്ളവരുണ്ട്, നല്ല ജോലിയുള്ളവരുണ്ട്, ഗവൺമെൻറ് ജോലിക്കാരുണ്ടാവും, അങ്ങനെ പല പല വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ടാവും. ഈ ഒരു 30 രൂപയോ 50 രൂപ എടുക്കാൻ പറ്റുന്ന ആൾക്കാരും പറ്റാത്ത ആൾക്കാരും അതിലുണ്ട്. പറ്റാത്ത ആൾക്കാരുടെ കാര്യം പോട്ടെ, പറ്റുന്ന ആൾക്കാരെ നമുക്കതിൽ പരിഗണിക്കാമല്ലോ. അപ്പോൾ അതിലൊരു എതിർപ്പല്ല, ഒരു ഇതുണ്ട്. കാരണം അവർക്ക് കൊടുക്കുമ്പോൾ പോലും അവർക്ക് അങ്ങനെ കൊടുക്കുന്നത് അതിൻ്റെ ഒരു പ്രിവിലേജ് പോലും ഞങ്ങൾ ആണുങ്ങൾക്ക് ഏതൊരു ആരോഗ്യമുള്ള സ്ത്രീക്ക് കൊടുക്കുന്ന ഒരു പ്രിവിലേജ് പോലും ഒരു പ്രായമായ ഒരു പുരുഷന് കൊടുക്കാനായിട്ട് സർക്കാർ കാണിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് ഏറ്റവും സങ്കടം. അത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അത് സ്ത്രീകൾ കൊടുത്തതിനെ വലിയ വിഷമമല്ല, അത് സർക്കാരിൻ്റെ ഭാഗത്തുള്ള ഒരു നല്ല കാര്യം. അവർ പറ്റുന്നതാണ് ചെയ്യട്ടെ. പക്ഷേ അത് പ്രായമായ പുരുഷന്മാരെങ്കിലും പരിഹരിക്കായിരുന്നു. എല്ലാ പുരുഷന്മാരും വേണ്ട, പ്രായമായ ആൾക്കാർ ചെയ്യായിരുന്നു. അപ്പം അത് ചെയ്യാതിരുന്നതിൻ്റെ കാര്യത്തിൽ ചെറിയൊരു വിഷമവും സങ്കടമൊക്കെ ഉണ്ട്. അപ്പോൾ തുല്യത വേണമെന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആണുങ്ങൾക്കല്ല തുല്യത വേണ്ടത്. എന്ത് കാര്യത്തിലാണ് ഞങ്ങൾ ആണുങ്ങൾക്ക് ഒരു തുല്യത നടപ്പാക്കിയിട്ടുള്ളത്? എന്ത് കാര്യത്തിലെങ്കിലും നാളെ ഒരു ഷോയിൽ 370 രൂപയുടെ ബിരിയാണി എടുക്കുന്ന നിങ്ങൾ കേട്ടോ. അതിലൊരു പുരുഷൻ ഒരു സ്ത്രീനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ പുരുഷൻ്റെ ജോലിയും പോയി, കേസുമായി. ഇതേ കാര്യത്തിൽ സ്ത്രീ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ചർച്ചാ വിഷയമായി, കേസായില്ല. ഹോസ്പിറ്റലിൽ കയറാതിരിക്കാനായിട്ടുള്ളൊരു അവധി കൊടുത്തേക്കണം. അവിടെ കേസായില്ല കേട്ടോ. ഇത് സെയിം കേസ് ഒരു സെയിം സ്റ്റേജിൽ സെയിം ടോപ്പിക്ക് സംസാരിച്ച്. അപ്പോൾ അതൊരു പുരുഷൻ പറഞ്ഞപ്പോൾ കേസായി, സ്ത്രീ പറഞ്ഞപ്പോൾ അതൊരു കേസായില്ല. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നമ്മൾ സ്ത്രീക്കും പുരുഷനും ഒരേ നിയമമെന്ന് പറയുന്നുണ്ടെങ്കിലും പക്ഷെ അത് ഒരേ നിയമം നടപ്പാക്കാനായിട്ട് എവിടെയും നടപ്പാക്കുന്ന അവിടെ കണ്ടിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്തുകൊണ്ടെന്ന് അറിയാൻ പാടില്ല. എന്തായാലും നല്ലതായി നടക്കട്ടെ. ഇനിയെങ്കിലും സർക്കാർ കണ്ണു തുറക്കുമെന്ന് പ്രതീക്ഷിക്കണം. ഉറപ്പൊന്നുമില്ല.